1.5 വർഷം മുൻപ് ഫോൺ വിളിച്ച് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ഹേമചന്ദ്രന്റെ DNA പരിശോധനയ്ക്കുള്ള സാമ്പിളുകൾ ഇന്ന് ശേഖരിക്കും. കണ്ണൂരിലെ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലായിരിക്കും പരിശോധന നടത്തുക. മൃതദേഹം ഹേമചന്ദ്രന്റേത് തന്നെയാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കുന്നതുവരെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിക്കും. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ, ഇന്ന് എപ്പോഴായിരിക്കും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക? DNA പരിശോധന നടക്കുക? DNA പരിശോധനയ്ക്കുള്ള സാമ്പിളുകൾ ശേഖരിക്കുന്ന നടപടിയാണ് ഇന്ന് നടക്കുക. മെഡിക്കൽ കോളേജ് പോലീസിനായിരിക്കും ഈ സാമ്പിളുകൾ കൈമാറുക. അതിനായിട്ട് ഈ ഹേമചന്ദ്രന്റെ തുടയലിന്റെ ഭാഗമൊക്കെ നേരത്തെ തന്നെ മാറ്റിവെച്ചിരുന്നു. കോടതി മുഖേനയായിരിക്കും ഈ നടപടികളൊക്കെ പൂർത്തിയാക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിനുശേഷം മാത്രമായിരിക്കും ഹേമചന്ദ്രന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയുള്ളൂ. കാരണം ഈ മൃതദേഹം കഴിഞ്ഞ ശനിയാഴ്ചയാണ് കണ്ടെത്തിയത്. കണ്ടെത്തുന്ന സമയത്ത് ഈ ശരീരം അഴുകിയ നിലയിലൊന്നും അല്ലാത്തതിനാൽ ഹേമചന്ദ്രന്റേതാണ് എന്ന് സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ശാസ്ത്രീയമായി അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിനാൽ കണ്ണൂരിലെ സയൻസ് ലബോറട്ടറിയിലേക്കായിരിക്കും ഈ DNA പരിശോധനയൊക്കെ നടക്കുക. അത് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കും മൃതദേഹം വിട്ടുകൊടുക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. തുടയലിന്റെ ഭാഗമാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ഈ ഹേമചന്ദ്രന്റെ DNA ക്രോസ് മാച്ച് ചെയ്യുന്നതിനായിട്ട് ഹേമചന്ദ്രന്റെ അമ്മയുടെ രക്തസാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ക്രോസ് മാച്ച് ചെയ്യുന്നതിനൊക്കെ ശേഷമായിരിക്കും ഈ മൃതദേഹം വിട്ടുകൊടുക്കുന്ന നടപടിയിലേക്കൊക്കെ കടക്കുക. 1.5 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു തിരോധാന കേസാണ്. പോലീസിന്റെ കൃത്യമായ ഇടപെടലോട് കൂടിയിട്ട് അത് കൊലപാതകമാണെന്നും അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്ന നടപടിയിലേക്കുമൊക്കെ എത്തിയിട്ടുള്ളത്. കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള 2 പേർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. നൌഷാദ് എന്ന് പറയുന്ന പ്രധാന പ്രതിയെ പിടികൂടാനുള്ള അന്വേഷണത്തിലാണ് പോലീസ്. ഇയാൾ വിദേശത്തേക്ക് കടന്നിട്ടുണ്ട്. ഇയാളെ തിരിച്ചു കൊണ്ടുവരാനുള്ള അന്വേഷണവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഊർജിതമായി തന്നെ നടക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കേസിൽ മറ്റാരെങ്കിലും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന രീതിയിലുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. ശരി, 1.5 വർഷം മുൻപ് ഫോൺ വിളിച്ച് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ഹേമചന്ദ്രന്റെ DNA പരിശോധനയ്ക്കായുള്ള സാമ്പിളുകൾ ഇന്ന് ശേഖരിക്കും. ഗോകുൽ കെ വേണുഗോപാലാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.